ഈ വീഡിയോയിൽ നമ്മൾ വളരെ പ്രധാനപ്പെട്ട കുറച്ച് അപ്ഡേറ്റുകളാണ് നോക്കുന്നത്. അതിൽ ഇന്ത്യയും ഫ്രാൻസും തമ്മിൽ 21 എഗ്രിമെന്റുകൾ സൈൻ ചെയ്തിട്ടുണ്ട്. ഈ 21 എഗ്രിമെന്റുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു എഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയും ഫ്രാൻസും തമ്മിൽ ഒരു സബ്മറൈൻ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കരാർ ഒപ്പുവെച്ചിട്ടുണ്ട്. അതായത് ഇത് ഇന്ത്യക്ക് വേണ്ടി മാത്രമല്ല, ഇന്ത്യയും ഫ്രാൻസും കൂടി ഒരുമിച്ച് കൂട്ടായ പ്രവൃത്തിയിലൂടെ ഒരു സബ്മറൈൻ നിർമ്മിക്കാനാണ് പദ്ധതി ഒരുക്കിയിരിക്കുന്നത്. ഇത് ശരിക്കും ഫ്രാൻസിന്റെ ഒരു റിവഞ്ചാണ്. ഫ്രാൻസിന്റെ ഒരു റിവഞ്ച് എന്ന് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ, ഓസ്ട്രേലിയയും UK-യും ഫ്രാൻസും കൂടി ചേർന്നിട്ട് ഒരു ന്യൂക്ലിയർ പവേർഡ് സബ്മറൈൻ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് പദ്ധതി ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം അതിന് അമേരിക്ക തുരങ്കം വെച്ച് ഈ ഇടയ്ക്ക് കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് നടന്ന വിഷയമാണിത്. ഏതാണ്ട് 20 to 30 ബില്യൺ വർത്ത് വരുന്ന പ്രോജക്റ്റ് ആയിരുന്നു. ആ പ്രോജക്റ്റാണ് അമേരിക്ക നിഷ്കരണം തള്ളിക്കളഞ്ഞത്. ഓസ്ട്രേലിയയെ അവർ കൺവിൻസ് ചെയ്തു. അതുപോലെ UK പിന്നെ അമേരിക്ക പറഞ്ഞാൽ എവിടെ വേണമെങ്കിലും നിൽക്കുമല്ലോ. അപ്പോൾ ആ സാഹചര്യത്തിൽ ഫ്രാൻസിനെ ഒഴിവാക്കിക്കോ. അങ്ങനെ അമേരിക്കയും ഓസ്ട്രേലിയയും UK-യും കൂടി ചേർന്നിട്ട് ലാസ്റ്റ് വീക്ക് അവർ സബ്മറൈൻ ബിൽഡ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പ്രപ്പോസൽ ഓക്കെ ആക്കി അവർ അതുമായിട്ട് ബന്ധപ്പെട്ട വർക്കുകളിൽ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അവർ ഡീൽ സൈൻ ചെയ്തു. അമേരിക്കയും UK-യും ഓസ്ട്രേലിയയും തമ്മിൽ ഒരുമിച്ച് ഡീൽ സൈൻ ചെയ്തു. ഒരു ന്യൂക്ലിയർ പവേർഡ് സബ്മറൈൻ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ തമ്മിൽ ധാരണയായി. ഇത് ഫ്രാൻസിന് വല്ലാത്ത നോസ്കട്ടാണ്. കാരണം ഫ്രാൻസിനെ ഐസിന് ഒഴിവാക്കിയതാണ്. അപ്പോൾ അതിൻ്റെ ഒരു മനോവിഷമത്തിലാണോ എന്നറിയില്ല. അല്ലെങ്കിൽ ഇന്ത്യയുമായിട്ട് ശക്തമായ രീതിയിൽ മുന്നോട്ട് പോവാം. കാരണം ഇന്ത്യ റഫേൽ ഫൈറ്റർ ജെറ്റുകൾ തുടരെ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യക്കും ഫ്രാൻസിനും ഇടയിൽ ലോങ് ടേം റിലേഷൻഷിപ്പ് ബിൽഡ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയെ വിശേഷിപ്പിച്ചപ്പോൾ മാക്രോൺ പറഞ്ഞിരുന്നത് ട്രസ്റ്റ് വർത്തിയാണ്, വളരെ ഓപ്പൺ റിലേഷനാണ്, അങ്ങനെ ഹൈഡ് ആൻഡ് സീക്ക് ഗെയിമുകളൊന്നുമില്ല, ആംബീഷ്യസ് ആയിട്ടുള്ള ഒരു കൂട്ടുകെട്ടാണ് ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ളത് എന്നാണ് മാക്രോൺ പറഞ്ഞു വെച്ചത്. എന്തായാലും ഈ സബ്മറൈൻ ഇന്ത്യയുമായിട്ട് ചേർന്ന് ഫ്രാൻസ് ബിൽഡ് ചെയ്യുന്നത് ഫ്രാൻസിന് വളരെ അനിവാര്യമായിട്ടുള്ള ഒരു വിഷയമായിട്ട് മാക്രോൺ കണക്കാക്കുന്നുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോട്ടീസ് ചെയ്യേണ്ട വിഷയമാണ്. കാരണം ഒരു സൈഡിൽ നിന്ന് റിജക്ഷൻ കിട്ടിയത് കൊണ്ട് തന്നെ മറ്റൊരു സൈഡിൽ ഒരു ചേർത്ത് പിടിക്കൽ എന്നുള്ള നിലയിൽ ഫ്രാൻസ് ഇതിനെ നോക്കി കാണുന്നുണ്ട്. ഈ ഗാൽഗോട്ടിയാസ് യൂണിവേഴ്സിറ്റി ഇന്ത്യയിൽ AI സബ്മീറ്റിൽ കൊണ്ട് പ്രദർശിപ്പിച്ച റോബോട്ട്, ആ റോബോട്ട് അത് ശരിക്കും പറഞ്ഞാൽ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാൻ ചൈന ലിസ്റ്റ് ചെയ്തിരിക്കുന്ന പ്രോഡക്റ്റാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ച് ഇന്ത്യക്കുള്ളിൽ AI സബ്മിറ്റിൽ കൊണ്ട് പ്രദർശിപ്പിച്ച ആ കോളേജിനെതിരെ ശക്തമായ നടപടിയെടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. 2 ഐറ്റം ഇന്ത്യ AI സബ്മിറ്റിൽ നിന്നും നീക്കം ചെയ്തിട്ടുണ്ട്. അതിലൊന്ന് ഈ ഗാൽഗോട്ടിയാസ് കോളേജിൽ നിന്ന് പ്രദർശിപ്പിച്ച ഈ റോബോട്ട്, അതിനെ നീക്കം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് ഇപ്പോൾ കോളേജിൻ്റെ സൈഡിൽ നിന്ന് എക്സ്പ്ലനേഷൻ കൊടുത്തിരിക്കുന്നത്, ഇത് എക്സിബിറ്റ് ചെയ്ത സമയത്ത് ഇത് ഞങ്ങളുടെ കോളേജുടേതാണ്, ക്രിയേഷനാണ് എന്നുള്ള നിലയിൽ ഞങ്ങൾ ഇതിനെ അവതരിപ്പിച്ചു. അത് മിസ്റ്റേക്കാണ്. ശരിക്കും ഇത് ഞങ്ങളുടെ സ്റ്റുഡൻസിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു എൻകറേജ്മെൻറ്റ്, മോട്ടിവേഷൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ പർച്ചേസ് ചെയ്ത് പ്രദർശിപ്പിച്ചതാണെന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റൊക്കെ, പ്രസ്താവനയൊക്കെ ആ കോളേജിൻ്റെ സൈഡിൽ നിന്നും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പക്ഷെ അതിലൊന്നും കാര്യമില്ല. കാരണം അറിയേണ്ടത് എന്താണോ അത് ലോകം അറിഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതിനകത്ത് ഇനി അപ്പോളജൈസും കാലുപിടുത്തമൊക്കെ നടത്തിയിട്ട് യാതൊരു കാര്യമില്ല. നടപടിയെടുക്കണം, ശരിക്കും നടപടിയെടുക്കണം. രാജ്യത്തിൻ്റെ പ്രതിച്ഛായയെ തകർക്കുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങൾ ആരുടെ സൈഡിൽ നിന്നുണ്ടായാലും നടപടിയെടുക്കണം. ഇനിയും ഇതുപോലത്തെ വിദ്യാർത്ഥികളെ ഇത്തരത്തിലുള്ള കോളേജുകൾ കയറ്റിവിടും. പിന്നെ ഒരു സംഭവമാണ് ഡ്രോണിൻ്റെ ഒരു കേസ്. ഈ ഡ്രോൺ കേടുപാടുകൾ വരാതെ അതിന് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഡ്രോണിൻ്റെ ഒരു കവർ, ഇതും ഓൺലൈനിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. പിന്നെ ഈ രണ്ട് ഐറ്റത്തിനെയും ഒറ്റ ദിവസത്തോടു കൂടി ഇവരുടെ എക്സിബിഷൻ അവസാനിപ്പിച്ച് പറഞ്ഞയച്ചിട്ടുണ്ട്. ഇനി ഇന്ത്യ അവിടെ ആക്റ്റീവായിട്ട് വേറെ പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ UPI പേയ്മെൻറ്റിൻ്റെ ഇൻ്റർനാഷണൽ പേയ്മെൻറ്റ് ഇൻ്റഗ്രേഷൻ, ഗ്ലോബൽ പേയ്മെൻറ്റ് ഇൻ്റഗ്രേഷൻ, അതുമായിട്ട് ബന്ധപ്പെട്ട് വളരെ സൂപ്പർബായിട്ടുള്ള ഒരു പ്രോഗ്രാം അവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇന്ത്യക്ക് മാത്രം അവകാശപ്പെടാവുന്ന ചില കാര്യങ്ങളാണ്. അതുപോലെ ഡേറ്റാ സെൻറ്റർ നിർമ്മിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രൊപ്പോസലുകൾ. അപ്പോൾ ഇതാണ്, ഡേറ്റാ സെൻറ്ററാണ് മെയിനായിട്ട് ഇന്ത്യ അട്രാക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അത്തരത്തിലുള്ള വിഷയങ്ങളിലേക്കാണ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. സെക്കൻഡ് AI സബ്മിറ്റിൻ്റെ പിച്ച് വളരെ ക്ലിയർ ആയിട്ട് ഫിക്സ് ചെയ്ത് മുന്നോട്ട് പോവാണ്. അപ്പോൾ അതിൽ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞത്, അതായത് വലിയ രീതിയിൽ ഒരു ഈവൻറ്റ് നടത്തുമ്പോൾ 1-2 ചെറിയ വിഷയങ്ങളൊക്കെ വരും, അതിനെയൊക്കെ നമ്മൾ വലിയ രീതിയിൽ പർവ്വതീകരിച്ച് നോക്കേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അതേസമയം ഈ വീഴ്ച വരുത്തിയ ആൾക്കാർക്കെതിരെ നടപടിയെടുക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. എന്നാലും നോക്കാം എങ്ങനെയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഗവൺമെൻറ് പ്രതികരിക്കുന്നത് എന്നുള്ളത് നമ്മൾ നോക്കിയിരുന്ന് കാണാം. ഈ വീഴ്ച വരുത്തിയ ആൾക്കാർക്കെതിരെ നടപടിയെടുക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഗവൺമെൻറ് പ്രതികരിക്കുന്നത് എന്നുള്ളത് നമ്മൾ നോക്കിയിരുന്ന് കാണാം. അപ്പോൾ ഇവിടെ ഫ്രാൻസുമായിട്ടും നമ്മൾ AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ വളരെയധികം താല്പര്യത്തോടു കൂടി എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടുണ്ട് ഫ്രാൻസുമായിട്ടും. സെക്യൂരിറ്റി ആൻഡ് ഡിഫൻസ് മേഖലയിൽ നമ്മൾ ഫ്രാൻസുമായിട്ട് ഡീൽ സൈൻ ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഏറ്റവും കൂടുതൽ റെയർ എർത്ത് എലമെൻസുമായിട്ട് ബന്ധപ്പെട്ട ഡീലുകൾ, ഇങ്ങനെ പല മേഖലകളിലായിട്ട് നമ്മൾ ഫ്രാൻസുമായിട്ട് എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടുണ്ട്. ഇനി റഷ്യയുമായിട്ട് ബന്ധപ്പെട്ടൊരു വാർത്തയാണ്. 2025 മാത്രം 38,000 ഇന്ത്യക്കാരെ റഷ്യ കൊണ്ടുപോയിട്ടുണ്ട് റഷ്യയിലേക്ക് ജോലിക്ക് വേണ്ടിയിട്ട്.
അതായത് 38,000 പേര് ഇന്ത്യക്കാർ റഷ്യയിലേക്ക് ജോലിക്കായിട്ട് പോയിട്ടുണ്ട് 2025. 2026 കണക്കല്ല, ഇത് 2025 മാത്രം എടുത്ത കണക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നമ്പർ. അതുപോലെ ഇന്ത്യ ബോംബെയുടെ അടുത്ത് വെച്ചിട്ട് ഒരു 3 ഷാഡോ ഫ്ലീറ്റുകളെ കസ്റ്റഡിയിലെടുത്ത് ബോംബെയിൽ കൊണ്ട് ഡോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. 1 സ്റ്റെല്ല റൂബി, 2 അസ്ഫാൾട്ട് സ്റ്റാർ, 3 അൽ ജഫീസ. ഈ 3 കപ്പലുകളാണ് ഇന്ത്യ പിടിച്ചെടുത്തുകൊണ്ട് വന്നത്. ഇപ്പോൾ ഇറാൻ മാക്സിമം ബാക്ക്ഡോറിലൂടെ ചർച്ച നടത്തി നോക്കി, ഒന്നും നടക്കുന്നില്ല, ഇന്ത്യ മയപ്പെടുന്നില്ല. ഇന്ന് ഇറാൻ മറ്റൊരു കളി കളിച്ചു. മറ്റൊരു കളി എന്ന് പറഞ്ഞാൽ ഇറാൻ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ ഇറാൻ ഷിപ്പുകൾ പിടിച്ചെടുത്തു എന്ന് പറഞ്ഞിട്ടുള്ള വാർത്ത ഞങ്ങൾ പരക്കെ കാണുന്നുണ്ട്. പക്ഷേ ഇറാൻ്റെ ഒരു ഷിപ്പുകളും അങ്ങനെ ഇന്ത്യ പിടിച്ചെടുത്തിട്ടില്ല. ഇന്ത്യയുമായിട്ട് ഞങ്ങൾക്ക് നല്ല റിലേഷൻഷിപ്പാണ് ഉള്ളത്. ഈ പേരിൽ അറിയപ്പെടുന്ന ഈ അസ്ഫാൾട്ട് എന്നും സ്റ്റെല്ലാർ എന്നും ജസീഫ എന്നൊക്കെ പറഞ്ഞ ഷിപ്പുകളൊന്നും ഇറാൻ്റെ ഷിപ്പുകളല്ല. ഇറ്റ്സ് നോട്ട് ബിലോങ്സ് ടു ഇറാൻ എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതായത് അവരുടെ ഷിപ്പല്ല എന്ന് പറഞ്ഞിട്ട് അവർ പ്രസ്താവന ഇറക്കി ഇതിൽ നിന്നും ഒഴിഞ്ഞു മാറിയിരിക്കുകയാണ്. അതേസമയം മറ്റൊരു സംഭവം നടന്നിട്ടുണ്ട്. പാകിസ്ഥാനുമായിട്ട് 10 ബില്യൺ വർത്ത് വരുന്ന ഒരു ഡീൽ സൈൻ ചെയ്തിട്ടുണ്ട് ഇറാൻ പാകിസ്ഥാനുമായിട്ട്. അതായത് വരുന്ന 2028 പാകിസ്ഥാൻ ഇറാനിൽ നടത്തും എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്തിരിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ അമേരിക്കയ്ക്കെതിരെ പാകിസ്ഥാൻ എടുക്കുന്ന ഒരു നിലപാടായിട്ട് മാത്രം ഇതിനെ കണ്ടാൽ മതി. അമേരിക്ക ഇപ്പോൾ ഇന്ത്യയുമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം അതിനെ ഒരുവിധം പരിഹരിച്ചു കഴിഞ്ഞു. പിന്നെ വേറൊരു വിഷയം സംഭവിച്ചിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അതായത് അമേരിക്കയുടെ ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് സെൻകോമിൻ്റെ നേതൃത്വ നിരയിലുള്ള ആൾക്കാർ ഇന്ത്യ സന്ദർശിച്ചിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാനൊരു പ്രത്യേക വീഡിയോ ഇടാം, കാരണം അതിനകത്ത് കുറേ വിഷയങ്ങൾ നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഈ പ്രവൃത്തികളെല്ലാം തന്നെ പാകിസ്ഥാനെ വല്ലാത്ത രീതിയിൽ അസ്വസ്ഥതപ്പെടുത്തുന്നുണ്ട്. ഈ സെൻകോമിൻ്റെ നേതൃത്വ നിരയിലുള്ള 2 പേര് ഇന്ത്യ സന്ദർശിച്ചത് എന്തിനാണ്, അവർ ഇന്ത്യയെക്കുറിച്ച് പറഞ്ഞത് എന്താണ്, അതിൽ വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ അതിൽ കുറച്ചുകൂടെ വ്യക്തമാവും. ഇപ്പം ഞാൻ ജസ്റ്റ് ഓൺലൈൻ മാത്രം സൂചിപ്പിച്ച് പോകാം. എന്താണെന്ന് വെച്ചാൽ പാകിസ്ഥാൻ എന്തുകൊണ്ടാണ് ഇറാനിൽ പോയിട്ട് ഈ ഡീൽ സൈൻ ചെയ്യാനുള്ള കാരണം വെച്ചാൽ അമേരിക്കയ്ക്ക് കൊടുക്കുന്ന ഒരു പണി, ഒരു മെസ്സേജ് അതാണ്. പക്ഷേ അമേരിക്കയ്ക്ക് ഇതൊന്നും ഒരു വിഷയമല്ല, അവർ ഇത് ചീള് കേസായിട്ട് തള്ളിക്കളയുന്നതാണ്. ഇനി ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. ലെബനാന്റെ ഉള്ളിലുള്ള ഒരു സുന്നി ലീഡർ കം സ്കോളറാണ് അയാൾ. അപ്പോൾ ഈ ഇമേജിൽ കാണുന്ന വ്യക്തിയാണ് ഷെയ്ഖ് ഹസൻ മൊറൈബ് എന്നുള്ള ഈ വ്യക്തി പറഞ്ഞിരിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ഹെസ്ബുള്ളയെക്കാളും കുറഞ്ഞ രീതിയിലാണ് ഇസ്രായേലിൻ്റെ ആക്രമണങ്ങൾ. ഹെസ്ബുള്ള കഴിഞ്ഞ കാലയളവിൽ നടത്തിയ കൊലപാതകങ്ങളുടെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ അത് ജനസൈഡ് അല്ല, അതുക്കും മേലെയാണ് എന്നാണ് ഈ വ്യക്തി പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇത് ലെബനാന്റെ ഉള്ളിലുള്ള 60% ക്രിസ്ത്യാനികൾ അവിടെ ഉണ്ടായിരുന്നു. ഇപ്പം 60% ക്രിസ്ത്യാനികൾ ലെബനാനിലില്ല. മൈനോറിറ്റികളായിട്ട് മാറ്റി അവരെ പൂർണ്ണമായിട്ടും ലെബനാനിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് ഇപ്പം ഷിയയുടെയും സുന്നിയുടെയും മാത്രം സ്ഥലമായിട്ട് മാറ്റിയിരിക്കുന്ന ലെബനാൻ. ഇതിനെക്കുറിച്ചാണ് പുള്ളിക്കാരൻ പറയുന്നത്. അപ്പം ഈ പുള്ളിക്കാരൻ്റെ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് പറഞ്ഞാൽ ഹെസ്ബുള്ളയ്ക്ക് ഇപ്പം ഇസ്രായേൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന അടി ശരിക്കും അവർക്ക് കിട്ടേണ്ടത് തന്നെയാണ് എന്നാണ് പുള്ളിക്കാരൻ്റെ നിലപാട്. ഇത് ലെബനാന്റെ ഉള്ളിൽ തന്നെയുള്ള സുന്നി സ്കോളറാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. കേരളത്തിലുള്ള സുന്നികൾ ഇത് കേൾക്കുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ ഇതാണ് യാഥാർത്ഥ്യം, പച്ചയായ യാഥാർത്ഥ്യം കൃത്യമായിട്ട് പുള്ളിക്കാരൻ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ഇത് തന്നെയാണ് നമ്മൾ ഉടനീളം ആദ്യം മുതലേ പറഞ്ഞുകൊണ്ടിരുന്നത്. മെക്സിക്കോയുടെ പ്രസിഡന്റ് ക്ലാഡിയ ഷെൻബോം പറഞ്ഞിരിക്കുന്നത് ട്രംപ് അവതരിപ്പിച്ച ഗാസ പീസ് അക്കോർഡ് അതിലേക്ക് ആദ്യമേ ട്രംപ് പാലസ്തീനെ ഉൾപ്പെടുത്തണം. പാലസ്തീനെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നീട് ഞങ്ങൾക്ക് ചേരണോ വേണ്ടിയോ എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾ തീരുമാനം പറയാമെന്ന് വളരെ ബോൾഡായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് മെക്സിക്കോയുടെ പ്രസിഡന്റ് ക്ലാഡിയ ഷെൻബോം പറഞ്ഞിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് വിഷയങ്ങളാണ് ഈ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.